നമസ്കാരം. എല്ലാവർക്കും സച്ഛാഭാരതിന്റെ ഓണാശംസകൾ. ഓണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് തൃക്കാക്കരയപ്പനും തൃക്കാക്കരയുമാണ്. ആ തൃക്കാക്കര മഹാക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. വാമനമൂർത്തി പ്രതിഷ്ഠയായിട്ടുള്ള ലോകത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃക്കാക്കര മഹാക്ഷേത്രം. എറണാകുളം ജില്ലയിലെ തൃക്കാക്കര എന്ന പ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൽ വിളങ്ങുന്ന വൈഷ്ണവ ചൈതന്യം ത്രിലോകങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ത്രിവിക്രമ സങ്കല്പമാണ്. 4 അടിയോളം ഉയരമുള്ള ചതുർബാഹുവായ ശിലാവിഗ്രഹം കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്നു. ഗദയില്ലാതെ വളരെ സൗമ്യഭാവത്തിൽ അരുളുന്ന ഭഗവാന്റെ ഇടത്തെ കൈ അരയോട് ചേർന്നും മറ്റു കൈകളിൽ ശംഖ്, ചക്രം, പങ്കജം എന്നിവയും ഏന്തിയിരിക്കുന്നതാണ് സങ്കല്പം. 108 വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ മഹാക്ഷേത്രം. ഏകദേശം 10 ഏക്കറോളം വിസ്തൃതിയുണ്ട് ഈ ക്ഷേത്ര സമുച്ചയത്തിന്. BC 4-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ വന്ന മെഗസ്തനീസ് എന്ന ഗ്രീക്ക് സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകളിൽ നിന്നും തൃക്കാക്കരയിലെ അതിപുരാതനമായ തെക്കേക്കര മാദേവനെ പറ്റിയും അഥവാ മഹാദേവൻ, അവിടത്തെ കൊട്ടാരങ്ങളെപ്പറ്റിയും ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ മതിലിനെ കടലലകൾ അലട്ടിക്കൊണ്ടിരിക്കുന്നതിനെ പറ്റിയും വിവരണമുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് ഈ ക്ഷേത്രത്തിന് ആയിരക്കണക്കിന് വർഷത്തെ പഴക്കമുണ്ടെന്നാണ്. ക്ഷേത്ര മതിൽക്കെട്ട് വരെ കടലായിരുന്നുവെന്നും പിൻകാലത്ത് രൂപപ്പെട്ടതാണ് കൊച്ചി എന്നുമാണ് നിഗമനം. AD 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നമ്മാവാൾ തൃക്കാക്കര സന്ദർശിച്ച് അരുളി ചെയ്ത തിരുവായ്മൊഴിയിൽ തിരുക്കാട് കരയിൽ 11 ശ്ലോകങ്ങളായി ഒരു ഗീതം എഴുതിയിട്ടുണ്ട്. പ്രസ്തുത ഗീതം ചെന്തമിഴിലുള്ള 4000 ദിവ്യ പ്രബന്ധങ്ങളിൽ ഒന്നാണ്. വാമനമൂർത്തി ക്ഷേത്രത്തെ കൂടാതെ ശിവഭഗവാന്റെ ക്ഷേത്രവും ഈ ക്ഷേത്ര സമുച്ചയത്തിലുണ്ട്. ശിവഭക്തനായ മഹാബലി തമ്പുരാൻ ആരാധിച്ചു പോന്നിരുന്ന സ്വയംഭൂ വിഗ്രഹമാണ് ഇതെന്നും കരുതപ്പെടുന്നു. വാമനാവതാരത്തിൽ ഭൂമിയും പാതാളവും തന്റെ തൃക്കാൽ കൊണ്ടളന്ന മഹാവിഷ്ണുവിന് 3-ാമത്തെ അടിക്കായി മഹാബലി തന്റെ ശിരസ് തന്നെ കുനിച്ചു കൊടുത്തു എന്നാണ് പുരാണങ്ങളിൽ പ്രതിപാദിച്ചു കാണുന്നത്. ഭഗവാന്റെ തൃക്കാലുകൾ പതിഞ്ഞ സ്ഥലമായതുകൊണ്ട് തൃക്കാൽക്കര എന്നും പിന്നീട് ലോപിച്ച് തൃക്കാക്കര ആയി എന്നുമാണ് സങ്കല്പം. വാമനമൂർത്തി ക്ഷേത്രത്തിനും ശിവക്ഷേത്രത്തിനും നടുവിലായി മഹാബലിയുടെ സങ്കല്പത്തിൽ ഒരു കൽവിളക്കും ഇവിടെയുണ്ട്. കോവിലിന് പുറത്തായി കപില തീർത്ഥം എന്ന പേരിൽ ക്ഷേത്ര മതിലകത്ത് തന്നെ പ്രത്യേകം മതിൽ കെട്ടിത്തിരിച്ച് പടവുകൾ കെട്ടിയിട്ടുള്ള പുണ്യതീർത്ഥവും പ്രാചീന കാലം മുതലേ ഇവിടെയുണ്ട്. കപില മഹർഷി ഈ ജലാശയത്തിൽ സ്നാനം ചെയ്ത് തപസ് അനുഷ്ഠിച്ചിരുന്നു എന്നതുകൊണ്ടാണ് കപില തീർത്ഥം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പുണ്യതീർത്ഥമായ ഇതിനെ ക്ഷേത്രാംഗമായി കണക്കാക്കപ്പെടുന്നു. ഇവിടെ തന്ത്രിമാർക്കും ശാന്തിമാർക്കുമല്ലാതെ മറ്റാർക്കും പ്രവേശനമില്ല. കപില തീർത്ഥത്തിന് കുറച്ചു വടക്ക് ഇന്ന് കാണുന്ന ക്ഷേത്രകുളത്തിനെ ദാനോദക പൊയ്ക എന്നാണ് വിളിച്ചിരുന്നത്. വളരെ വിസ്തൃതമായിരുന്ന ഈ പൊയ്ക ചുരുങ്ങി ഇന്നത്തെ നിലയിലായി. ഈ കുളത്തിലാണ് ഭഗവാന്റെ ആറാട്ട് നടക്കുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ഓണാഘോഷമാണ്. 10 ദിനത്തിൽ കൊടിയേറി ആറാട്ടോടെത്തിരുന്ന തിരുവോണ നാളായ 10-ാം ദിവസം അവസാനിക്കുന്ന രീതിയിലാണ് ഉത്സവം. തിരുവോണ ദിനത്തിൽ നടക്കുന്ന ഓണസദ്യ വളരെ പ്രസിദ്ധമാണ്.
പ്രാചീന കാലത്ത് മഹോത്സവം നടത്തിയിരുന്നത് കേരളത്തിലെ 64 നാടുവാഴികൾ ചേർന്നാണ് എന്ന് കരുതപ്പെടുന്നു. അന്ന് കുലശേഖര ചക്രവർത്തിയായ ചേരമാൻ പെരുമാൾ സാമന്ത രാജാക്കന്മാരുടെ യോഗം ചേർന്നിരുന്നത് തൃക്കാക്കരയിലാണ്. അക്കാലത്ത് ക്ഷേത്രത്തിൽ 28 ദിവസം ഉത്സവമായിരുന്നു എന്നും പറയപ്പെടുന്നു. ഈ ഉത്സവത്തിന് വരാത്ത പ്രജകൾ വീടുകളിൽ തൃക്കാക്കരയപ്പനെ വെച്ച് ആഘോഷിക്കണമെന്ന രാജകൽപ്പനയാണ് പിന്നീട് ഓണമായി മാറിയത്. 12ാം നൂറ്റാണ്ടോടെ രാജാക്കന്മാർ തമ്മിലുള്ള കിടമത്സരം മൂലം തൃക്കാക്കരയുടെ പ്രശസ്തി കുറയുകയും ക്ഷേത്രം നാശോന്മുഖമാകുകയും ചെയ്തു. അത് നൂറ്റാണ്ടുകൾ തുടർന്നു. 1910 തിരുവിതാംകൂർ ആർക്കിയോളജി വകുപ്പ് തലവനായി ചുമതലയേറ്റ ടി.എ. ഗോപിനാഥ റാവു ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞ് മഹാരാജാവിന്റെ കൽപ്പനയുമായി ഇവിടെ എത്തിച്ചേർന്നു. അദ്ദേഹം നൽകിയ റിപ്പോർട്ട് പ്രകാരം 1921 ശ്രീമൂലം തിരുനാൾ ക്ഷേത്രം പുനരുദ്ധാരണം നടത്തുകയും പഴയ പ്രൗഢിയിലേക്ക് ഈ ക്ഷേത്രം എത്തിച്ചേരുകയും ചെയ്തു. സർവാവിഷ്ട വരദായകനായ വാമനമൂർത്തിയുടെ ഇഷ്ട വഴിപാടാണ് തുളസിമാല, താമരപ്പൂമാല തുടങ്ങിയവ. കൂടാതെ കദളിക്കുല സമർപ്പണം, ഓലക്കുട സമർപ്പണവും ഭക്തിയോടെ ചെയ്തു പോരുന്നു. ഉപദേവതകളായി നാലമ്പലത്തിൽ നിന്ന് വടക്ക് പടിഞ്ഞാറ് മൂലയിൽ വജാസന സ്ഥിതിയിലുള്ള ഹരിഹരസുധനായ ധർമ്മശാസ്താവും വടക്ക് കിഴക്ക് മൂലയിൽ പടിഞ്ഞാറോട്ട് ദർശനമായി ഗോപാലകൃഷ്ണനും കുടികൊള്ളുന്നു. കടമ്പനാട്ട് തേവർ എന്ന് വിളിക്കുന്ന 4 അടിയോളം വരുന്ന ശിലാവിഗ്രഹമാണിത്. തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ശംഖുചക്ര വരദാഭയങ്ങൾ ധരിച്ച ദുർഗാദേവി ലക്ഷ്മി സരസ്വതി ഭാവങ്ങളിലും അനുഗ്രഹം ചൊരിയുന്നു. പട്ടും താലിയുമാണ് പ്രധാന വഴിപാടുകൾ. നമസ്കാര മണ്ഡപത്തിന് തെക്ക് കിഴക്ക് മൂലയിൽ വാൽക്കണ്ണാടിയുടെ രൂപത്തിൽ ശ്രീയക്ഷിയമ്മയും ഇവിടെ കുടികൊള്ളുന്നുണ്ട്. വാമനക്ഷേത്രത്തിന് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നാഗങ്ങളുടെ പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. വടക്ക് കിഴക്കേ മൂലയിൽ പടിഞ്ഞാറോട്ട് ദർശനമായി കുടികൊള്ളുന്ന ബ്രഹ്മരക്ഷസ് താൻ ചെയ്യാത്ത കുറ്റത്തിന് ഹൃദയവ്യതയോടെ ശപിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഉണ്ണിയുടേതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിലെ ഓരോ ചടങ്ങും ബ്രഹ്മരക്ഷസിനെ പൂജ ചെയ്ത് പ്രീതിപ്പെടുത്തിയതിനു ശേഷം മാത്രമേ ചെയ്യുകയുള്ളൂ. വാമനമൂർത്തിയുടെ തെക്ക് ഭാഗത്തുള്ള ക്ഷേത്ര സമുച്ചയത്തിൽ 1.5 അടി ഉയരമുള്ള തെക്കും തെവർ എന്ന് പേരോടെയുള്ള സ്വയംഭൂ ശിവലിംഗമാണ് പ്രധാന പ്രതിഷ്ഠ. ഈ ക്ഷേത്രത്തിന് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ കിഴക്കോട്ട് ദർശനമായി ഗണപതി ഭഗവാനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഭഗവാന്റെ പ്രീതിക്കായി ഒറ്റയപ്പം, കറുക എന്നീ വഴിപാടുകളും നടത്തിവരുന്നു. നാലമ്പലത്തിനകത്ത് വടക്ക് പടിഞ്ഞാറ് വശത്ത് കിഴക്കോട്ട് ദർശനമായി ബാലസുബ്രഹ്മണ്യന്റെ രൂപത്തിലാണ് പ്രതിഷ്ഠ.
3 അടി ഉയരം വരുന്ന വിഗ്രഹത്തിന്റെ ഇടതുകൈ അരയിൽ ചേർത്തതും വലതുകൈ അനുഗ്രഹ രൂപേണയുമാണ്. വേൽ ചുമലിൽ ചേർത്തും വച്ചിരിക്കുന്നു. വടക്കു പടിഞ്ഞാറേ മൂലയിൽ ശാന്തസ്വരൂപത്തിൽ ദുർഗാദേവി കിഴക്കോട്ട് ദർശനമായി അനുഗ്രഹം ചുരിയുന്നു. ചതുർബാഹുവായ ദേവി തൃക്കൈകളിൽ ശംഖ്, ചക്രം, വരദാഭയ മുദ്രകൾ എന്നിവയാൽ വിളങ്ങുന്നു. ദുർഗയുടെ അടുത്തായി പാർവതി ദേവിയുടെ കിഴക്കോട്ട് ദർശനമായിരിക്കുന്ന കോവിലുമുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഈ ക്ഷേത്രത്തിന് പ്രത്യേക ക്ഷേത്ര ഉപദേശക സമിതിയും നിലവിലുണ്ട്. 5 പൂജകളും 3 ശിവേലികളുമുള്ള ഈ ക്ഷേത്രത്തിൽ 4:30 ശംഖുനാദത്തോടെ പള്ളിയുണർത്തിയ ശേഷം 5 മണിയോടെ നിർമ്മാല്യ ദർശനം തുടങ്ങും. അഭിഷേകം, മലർ നിവേദ്യം, ഉഷപൂജയും കഴിഞ്ഞ് സൂര്യോദയ സമയത്ത് എതിരേറ്റ് പൂജയും 6:30 എതിരേറ്റ് ശിവേലിയും നടത്തുന്നു. 8 മണിക്ക് പന്തീരടി പൂജയും 10:30 ഉച്ചപൂജയും 11 ഉച്ച ശിവേലിയും നടത്തി നട അടയ്ക്കുന്നു. വൈകിട്ട് 5 മണിക്ക് നട തുറന്ന് ദീപാരാധനയും അത്താഴപൂജയും കഴിഞ്ഞ് 8 മണിയോടെ നട അടയ്ക്കുന്നതാണ് പതിവ് രീതി. ഭക്തവത്സലനും ക്ഷിപ്രപ്രസാദിയുമായ വാമനമൂർത്തി ഭക്തരുടെ സർവാഭിഷ്ടങ്ങളും സാധിച്ചു നൽകുന്ന ദേവതയാണ്. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ക്ഷേത്രം ഉത്രാടം നാളിലും ഓണനാളിലും അവിസ്മരണീയമായ ഭക്തിരസത്താൽ ആറാടി നിൽക്കും. ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ സംസ്കാരവുമായി ഈ ക്ഷേത്രം ബന്ധപ്പെട്ട് കിടക്കുന്നു. ചരിത്രങ്ങളും പുരാണങ്ങളും ഇവിടെ സമന്വയിക്കുകയാണ്. ശാന്തിയുടെയും സ്നേഹത്തിന്റെയും സമൃദ്ധിയുടെയും മന്ത്രമായി ഒരു പൊന്നോണം കൂടി നമ്മുടെ മുന്നിലേക്ക് വരുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ തിരുവോണാശംസകൾ.